കേവലം ഒരു സംശയമല്ല. ആ വസ്വാസ് കൊണ്ടാണ് പിശാച് അവരെ വഴികേടിലേക്ക് നയിച്ചത്. വഴികേടിലാക്കിക്കൊണ്ടാണ് അവരുണ്ടായിരുന്ന സ്വർഗത്തിൽ നിന്ന് അവരെ പുറത്താക്കിയിട്ടുള്ളത്. പിശാച് മനുഷ്യനിൽ ചെലുത്തുന്ന വസ്വാസ്, ആ ദുസ്വാധീനം അവനെ വഴികേടിലേക്ക് നയിക്കാനും അവനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാനും മാത്രം ഗുരുതരമാണ്, ഗൗരവതരമാണെന്ന് അല്ലാഹ് ഖുർആനിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ തരത്തിലുള്ള ഏതെങ്കിലും ഉപദ്രവങ്ങള്, പൈശാചിക ദുർബോധനങ്ങൾക്ക് വശംവദരായിക്കൊണ്ട് നിങ്ങളെ ബാധിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വല്ലമാരെ തെരഞ്ഞു പോകണം, വടിയെടുത്തുകൊണ്ട് അടിച്ചറക്കണം, നൂലൂതിക്കൊണ്ട് കെട്ടണം, അവിടെയും ഇവിടെയും ബന്ധിച്ചുകൊണ്ട് നടക്കണം എന്ന് അല്ലാഹ് പറഞ്ഞിട്ടില്ല, റസൂല് പറഞ്ഞിട്ടില്ല. ഫസ്തഇദ് ബില്ലാഹ്, നീ അല്ലാഹുവിനോട് രക്ഷ തേടുകയാണ് വേണ്ടത്, ഇസ്തിആദത്ത് ചൊല്ലുകയാണ് വേണ്ടത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് നീ പടച്ചവനോട് കാവലിനെ തേടുകയാണ് വേണ്ടത് എന്നതാണ് ഒന്നാമത്തെ കാര്യം അല്ലാഹു ഖുർആനിലൂടെ പറയുന്നത്. അതോടൊപ്പം അല്ലാഹ് പറഞ്ഞു, ഈ പിശാചിന് അല്ലാഹുവിൽ വിശ്വസിക്കുന്ന മുഅ്മിനായ മുത്തഖിയായ അല്ലാഹുവിൽ തവക്കുലാക്കിയ മുത്തവക്കിലായ ഒരാളെയും നിരന്തരമായി വഴികേടിലാക്കിക്കൊണ്ട് അവനിൽ ആധിപത്യം ചെലുത്താൻ കഴിയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ, എന്റെ അടിമകളുടെ മേൽ നിനക്ക് ആധിപത്യം ഉറപ്പിക്കാൻ കഴിയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. എങ്കിലും ആരിലാണ് ആധിപത്യം നിനക്ക് ചെലുത്താൻ കഴിയുക? ഇല്ലാ മനിത്തബഅക മിനൽ ഗാവീൻ, വഴിപിഴച്ചുപോയ നിന്നെ പിൻപറ്റിയ ആളുകളിലാണ് നിനക്ക് ആധിപത്യം ഉറപ്പിക്കാൻ കഴിയുക എന്നാണ് അല്ലാഹു പറയുന്നത്. അതേപോലെ ഇല്ലല്ലദീന യതവല്ലൗനഹു, ആ പിശാചിനെ മിത്രമായി സ്വീകരിക്കുന്നവരിലാണ് പിശാചിന് ആധിപത്യം ഉറപ്പിക്കുവാൻ കഴിയുക എന്നാണ് അല്ലാഹു പറയുന്നത്. മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളും മുതവക്കിലീങ്ങളുമായ അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് അവനെ സൂക്ഷിച്ചുകൊണ്ട് അവനിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളിൽ പിശാചിന് ആധിപത്യം ഉറപ്പിക്കാൻ പറ്റില്ല. ഇപ്പറഞ്ഞതിന്റെ അർത്ഥം മുഅ്മിനീങ്ങളായ ആളുകളുടെ അടുക്കലേക്ക് പിശാച് വരില്ലെന്നാണോ? അല്ല, അവൻ വരും. സുമ്മലആതിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ ഐമാനിഹിം വഅൻ ശമായിലിഹിം, ഞാൻ മുന്നിലൂടെ വരും, പിന്നിലൂടെയും വരും, ഇടവല ഭാഗങ്ങളിലൂടെ വരും, അവരെ ഞാൻ വലയം ചെയ്യും. ആ ആത്മാർത്ഥതയുള്ള നിഷ്കളങ്കരായ മുവഹിദുകളായ മുത്തഖീങ്ങളായ മുഖ്ലിസീങ്ങളായ ആളുകളെയല്ലാത്തവരെയൊക്കെ അവൻ വലയം ചെയ്ത് വഴികേടിലാക്കി നശിപ്പിച്ചു കളയുമെന്ന് ഖുർആനിലൂടെ അവൻ ശപഥം ചെയ്തത് അല്ലാഹു ഉദ്ധരിക്കുകയാണ്. ഇതേപോലെ തന്നെ ആ പിശാച് മുത്തഖീങ്ങളായ ആളുകളെ സ്വാധീനിക്കാൻ വരും. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും തായിഫും മിനശ് ശൈത്വാനി തദക്കറു ഫഇദാഹും മുബ്സിറൂൻ, മുത്തഖീങ്ങളായ ആളുകളിൽ പിശാചിന്റെ ഏതെങ്കിലും തരത്തിലുള്ള സ്പർശനം ബാധയുണ്ടാകുമ്പോൾ അവരതാ അല്ലാഹുവിനെ സ്മരിക്കുന്നു. ആ ദൈവസ്മരണയിലൂടെ ദിക്റുള്ളയിലൂടെ അല്ലാഹു പഠിപ്പിച്ച റസൂലുള്ള പഠിപ്പിച്ച ദിക്റിലൂടെ ദുആയിലൂടെ അവർ ഉൾക്കാഴ്ചയുള്ളവരായി അവന്റെ ദുർബോധനത്തിൽ നിന്ന് മോചിതരാവുകയും ചെയ്യുമെന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ വ്യക്തമാക്കുന്നു. മുഅ്മിനായ മുത്തഖിയായ അല്ലാഹുവിൽ തവക്കുലാക്കിയ മനുഷ്യൻ പിശാചിന്റെ ഉപദ്രവമില്ലാതിരിക്കാൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ രണ്ടു കാര്യം: ഒന്ന്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, പിശാചിൽ നിന്ന് അല്ലാഹുവിനോട് രക്ഷ തേടലാണ്. അതാണ് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരാൾക്ക് ദുസ്വപ്നമുണ്ടായാൽ അയാൾ തിരിഞ്ഞു കിടക്കട്ടെ, എന്നിട്ട് അയാൾ ഇടതുഭാഗത്തേക്ക് 3 പ്രാവശ്യം തുപ്പുകയും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുകയും ചെയ്യട്ടെ എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. കോപമുണ്ടാകുമ്പോൾ ചെകുത്താൻ അവിടെ സ്വാധീനം ചെലുത്തും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നവിടെ പറയാൻ റസൂലുള്ള പഠിപ്പിച്ചു. ഖുർആൻ പാരായണം ചെയ്യുന്നിടത്ത് ചെകുത്താൻ തടസ്സമുണ്ടാക്കാൻ വരും. അഊദു ബില്ലാഹി
ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയാൻ പ്രവാചകൻ പഠിപ്പിച്ചു. നിങ്ങൾ ഏതെങ്കിലും പരിചയമില്ലാത്ത ഒരു പുതിയ സ്ഥലത്ത് ചെന്നിറങ്ങുമ്പോൾ അവിടുത്തെ ജിന്നിനെ വിളിച്ച് സഹായം ചോദിക്കാനല്ല, നേരെ മറിച്ച് അവിടെ പോയി സഹായം തേടാനും അവരോട് പ്രാർത്ഥിക്കാനുമല്ല. അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ ആരോപിച്ച് നടക്കുന്നത്. ആ വിശ്വാസം മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് നിങ്ങളൊരു സ്ഥലത്ത് ചെന്നിറങ്ങിയാൽ അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്, നിങ്ങൾ അവിടെ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോട്, അവന്റെ വചനങ്ങളോട്, അവൻ സൃഷ്ടിച്ച സകലതിന്റെയും തിന്മകളിൽ നിന്ന് രക്ഷ തേടിയാൽ ഒരു ചെകുത്താന്റെയും ഒരു പിശാചിന്റെയും യാതൊന്നിന്റെയും ഉപദ്രവം അവിടെ നിന്ന് അവൻ യാത്രയാകുന്നത് വരെ അവൻ ഏൽക്കില്ലെന്ന് റസൂലുള്ള പഠിപ്പിച്ചത് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതുപോലെ തന്നെ അള്ളാഹുവിനെ ഓർക്കണമെന്ന് പറഞ്ഞത് ചെകുത്താന്റെ ഉപദ്രവമില്ലാതിരിക്കാൻ ചില ആളുകൾ ചില പ്രത്യേക ക്ലിനിക്കുകൾ ഉണ്ടാക്കിക്കൊണ്ട് വല്ല പള്ളി മൂലയിലോ മദ്രസയുടെ മൂലയിലോ വീട് മൂലയിലോ അല്ലാത്ത ഇടങ്ങളിലോ അവരൊരു ജിന്നിനെ ചികിത്സിക്കുന്ന ആളുകളായി ഇരിക്കാൻ അള്ളാഹ് പറഞ്ഞിട്ടില്ല, റസൂല് പറഞ്ഞിട്ടില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന് അതുമായി യാതൊരു ബന്ധവുമില്ല. നേരെ മറിച്ച് ഇത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടാകുമ്പോ നിങ്ങൾ നോക്കൂ, വീട്ടിൽ നിന്ന് ഒരാൾ പുറത്തിറങ്ങുമ്പോ റസൂലുള്ള പറഞ്ഞു അയാൾ 3 വാക്കുകൾ പറഞ്ഞുകൊണ്ടിറങ്ങിയാൽ ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ 3 വാക്കുകൾ ഇത് പറഞ്ഞുകൊണ്ടാണ് ഒരാൾ പുറത്തിറങ്ങുന്നതെങ്കിൽ പിശാച് തനഹാലഹു ശൈത്താൻ, ശൈത്താൻ മാറിപ്പോകും. ഈ ദിക്ർ ബിസ്മില്ലാഹ്, അള്ളാഹുവിന്റെ നാമത്തിലാണ് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. തവക്കൽതു അലല്ലാഹ്, ഞാൻ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനല്ലാതെ അവനെ കൊണ്ടല്ലാതെ യാതൊരു കഴിവുമില്ല ശക്തിയുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ ഇറങ്ങുന്നതെങ്കിൽ ഇത് കേട്ട ശൈത്താൻ മാറിപ്പോവുക മാത്രല്ല, വേറെ ശൈത്താനോട് പറയാ കൈഫ ലക ബിറജുൽ ഹൂദിയ വകുഫിയ വഉഖിയ, നിനക്ക് എങ്ങനെയാണ് ഈ മനുഷ്യനെ വഴികേടിലാക്കാൻ സാധിക്കുക? അയാൾ ഹിദായത്തിന് നേർവഴിയിലാ പോകുന്നത്. അയാൾക്ക് മതിയാവോളമുള്ള കാവൽ അല്ലാഹ് നൽകിയിട്ടുണ്ട്. അയാൾക്ക് വേണ്ട സംരക്ഷണം അല്ലാഹ് ഉറപ്പാക്കിയിട്ടുണ്ട്. ഓന്റെ പിന്നാലെ പോണ്ടാൻ, ഓന്റെ ഒപ്പം ഒരു മൊല്ലാക്കണ്ട്, അയാള് ജണ്ട് കേറിയ അടിച്ചിറക്കാൻ വേണ്ടി വടിയും പിടിച്ച് നടക്കുകയാണ് എന്നല്ല പറഞ്ഞിട്ടുള്ളത്. നേരെ മറിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ പറഞ്ഞോ ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്നിട്ട് ചെന്ന് ഇറങ്ങുന്നത് സ്ഥലത്താണെങ്കിൽ അവിടെ ഉപദ്രവിക്കാൻ പറ്റുന്ന വല്ല ജിന്നും ശൈത്താനും ഉണ്ടെങ്കിൽ അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് എന്ന് അവിടെ വെച്ച് പ്രാർത്ഥിച്ചോ. അവന്റെ അവിടെയുള്ള ഒരു ശൈത്താന്റെ ഉപദ്രവം എന്നെ ബാധിക്കൂല. ഹത്താ യർതഹിൽ, അവിടുന്ന് അവിടെ ചെന്ന് ഇറങ്ങിയ ആള് യാത്രയാകുന്നത് വരെ. തിരിച്ച് വീട്ടിക്ക് കയറി വരുമ്പോ വല്ല പഴുതും കിട്ടുമെന്നോ നോക്കും. ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ട് ആ വീട്ടിക്ക് കയറുന്നതെങ്കിലോ ശൈത്താൻ പറയും ലാ മബീത, ഇവിടെ നമ്മക്ക് കയറിയിട്ട് ഇവരുറങ്ങണോർത്ത് ശല്യപ്പെടുത്താൻ നമ്മക്ക് ഒരു ഇടവും ഇവിടെ കിട്ടൂല. പിന്നെ ആ ബിസ്മി എല്ലാം മറന്ന് ചോറുന്നാൻ വേണ്ടി ഇരിക്കുമ്പോ അവിടെ ഓൻ ബിസ്മി ചൊല്ലിയാ പറയും ഇവിടെ ഭക്ഷണം കഴിക്കുന്നിടത്ത് വരെ സുയിപ്പാക്കാൻ നമ്മക്ക് കഴിയൂല എന്ന് പറയും. കേറുമ്പോഴും ബിസ്മില്ല ചൊല്ലി ചോറ്റും പാത്രത്തിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ആദ്യത്തെ ഉരുള ഉരുട്ടിയിട്ട് ബിസ്മില്ല എന്ന് പറഞ്ഞിട്ട് വായിക്കിട്ടാ ശൈത്താൻ നിരാശനായിട്ട് പറയും ഇവിടെ നമ്മക്ക് ഒരു നിലക്കും ഒരു ഇടവുമില്ല, തിന്നണോടത്തുമില്ല കിടക്കണോടത്തുമില്ല, നമ്മളെ വഴിക്ക് വേറെ എവിടെയും പോയി നോക്കുക എന്ന് പറഞ്ഞിട്ട് പോകും. ആ ഉറങ്ങണ സമയത്ത് ആ ഉറങ്ങാനുള്ള ദിക്റുണ്ടല്ലോ അത് ചൊല്ലിയാൽ ആ ഉറങ്ങണോടത്ത് വന്നോ ശല്യപ്പെടുത്തൂല. ആയത്തിൽ കുറിച്ച് ഓതിക്കിടന്നാൽ ആ ശൈത്താന്റെ ഉപദ്രവം ഉണ്ടാകൂല. ഇനി ഇത് മറന്നിട്ട് ഉറക്കത്തിൽ വല്ല ഉപദ്രവം ഉണ്ടായാലോ അവിടെ ഇങ്ങനെ ഇടത്തോട്ട് തുപ്പിയിട്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞ് തിരിഞ്ഞു കിടന്ന ഓന്റെ ഉപദ്രവം ഉണ്ടാവൂല. എഴുന്നേറ്റിട്ട് നമ്മള് ആ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാലോ ഓന്റെ ഉപദ്രവം അതിന്റെ ശേഷം ഉണ്ടാവൂല. ഇങ്ങനെയാണ് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചത്, അതാണ് ഖുർആൻ പറഞ്ഞത്. എന്നാൽ ഇതിൽ നിന്ന് ഭിന്നമായി മുജാഹിദീങ്ങൾ അന്ധവിശ്വാസികളാ,
നവയാഥാസ്ഥികരാന്ന് പറഞ്ഞ് നടന്നോനെ കൊണ്ട് എഴുതിപ്പിച്ചു. അള്ളാന്റെ പണിയാണത്. പണ്ട് നമ്മളെ പൂനൂരിലുള്ള അബൂബക്കർ ഹാജിയെ ബോംബെറിഞ്ഞുകൊണ്ട് കൊന്ന ആ മനുഷ്യൻ അവസാന സമയത്ത് ഭ്രാന്ത് പിടിച്ചുകൊണ്ട് സ്വയം വിളിച്ചു പറഞ്ഞ് നടന്നു. എന്ത്? ഞാനാണ് ഇന്ന ആളുകളൊക്കെ പറഞ്ഞിട്ട് അവിടെ ബോംബെറിഞ്ഞത്, അബൂബക്കർ ഹാജിക്ക് ബോംബെറിഞ്ഞത് ഞാനാണല്ലോ എന്ന് ഭ്രാന്തനായിട്ട് പറഞ്ഞ് നടന്നത് പൂനൂര് കോളിക്കൽ പ്രദേശത്തുള്ള ആളുകളോട് ചോദിച്ചാൽ അറിയാവുന്നതാണ്. ഇതുപോലെ ഒരു ഭ്രാന്തമായ അവസ്ഥയിൽ ഇവരാരും നവയാഥാസ്ഥികരല്ല. തങ്ങളുടെ ആ പഠിച്ച പല്ലവി ഇതിനുള്ളിൽ ഇനി ഒരു പിളർപ്പുണ്ടാക്കാൻ കഴിയുമോ എന്ന് അന്ന് മുതൽക്ക് തുടങ്ങിയതാണല്ലോ. പിളർപ്പുണ്ടായില്ല, ഒരു പിടി ആളുകളങ്ങ് നിങ്ങളങ്ങ് മാറിപ്പോയതേയുള്ളൂ. ഇനി അന്ന് മുതൽക്ക് തുടങ്ങിയ 10ലധികം വർഷം നടത്തിയിട്ടുള്ള ഈ ശ്രമം ഇപ്പോഴും അത് തന്നെ തുടർന്നുകൊണ്ട് സംസാരിക്കുന്നുവെങ്കിലും നിങ്ങളെ നാക്കുകൊണ്ട്, നിങ്ങളുടെ പേന കൊണ്ട് TPയോ APയോ മദനിയോ അഹമ്മദ് അലി മദനിയോ ജമിയത്തുൽ ഉലമയോ KNMോ ISMോ MSMോ MGMോ ഇസ്ലാഹി പ്രസ്ഥാനം, ഇതിന്റെ ഈ സംഘടന, അതിന് നേതൃത്വം കൊടുക്കുന്നവർ അവർ യാഥാസ്ഥികരല്ല എന്ന് നിങ്ങളെ കൊണ്ട് എഴുതിപ്പിച്ചത്, നിങ്ങൾ ഞങ്ങളുടെ പേരിൽ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ്. ഇപ്പോ ആ കൗൺസിലുള്ള ഞങ്ങളെ കയ്യിൽ കിട്ടിയിട്ടില്ലേ എന്നാണ്. ഞങ്ങൾ കൗൺസിലിൽ പറയുന്നത് പുറത്ത് പറയാവുന്നതാണ്, പുറത്ത് പറയുന്നത് ഉള്ളിൽ പറയാവുന്നതാണ്. ഇത് കൊണ്ട് നടക്കുന്ന നിങ്ങൾക്കതുകൊണ്ട് എന്ത് നേട്ടം കിട്ടി? അന്തസ്സുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പണിയല്ല ഇത്. അല്ലെങ്കിലും അന്തസ്സുണ്ടെങ്കിൽ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പിരിഞ്ഞു പോവില്ലല്ലോ. അന്തസ്സില്ലാത്തത് കൊണ്ടാണല്ലോ ഇതിൽ നിന്ന് പുറത്തു പോയത്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ചോർത്തിയെടുത്തു എന്ന് വലിയ കാര്യമായി പറഞ്ഞു നടക്കുന്ന നിങ്ങൾ കേൾക്കടാ, നിങ്ങൾ കേൾക്ക്. ഞങ്ങൾ പറഞ്ഞത് കേൾക്ക്. ഞങ്ങളുടെ വീക്ഷണം എന്തെന്ന് ഗ്രഹിക്ക്. ഞങ്ങളുടെ ആദർശം എന്തെന്ന് മനസ്സിലാക്ക്. നിങ്ങളുടെ നാക്കുകൊണ്ട്, പേന കൊണ്ട് ആ തോന്നിവാസം എഴുതുന്നത് നിർത്ത്, പറയുന്നത് നിർത്ത്. ഞങ്ങൾ യാഥാസ്ഥികരല്ല, നവയാഥാസ്ഥികരല്ല. ആ പറഞ്ഞത് തെറ്റെന്ന് 1000 തവണ നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ഞങ്ങൾ അടങ്ങൂ. പരപ്പനങ്ങാടിയിലല്ല, കേരളത്തിലെ മുഴുവൻ മുക്കുമൂലകളിലും കൊണ്ട് നടക്ക് ഞങ്ങളുടെ സീഡികള്. എന്നിട്ട് പറയ് ഇസ്ലാഹി പ്രസ്ഥാനം KNM യാഥാസ്ഥികരല്ലെന്ന് പറയ്. ശബാബില് ഒരു ശബാബിനല്ല, അടുത്ത ലക്കങ്ങളിലും എഴുതൂ, തുടർച്ചയായി എഴുതൂ. എന്നിട്ട് സ്വയം നിങ്ങൾ ലഭ്യരാകൂ എന്നേ എനിക്കതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പിശാചിൽ നിന്ന് ഇസ്തിആദത്ത് നടത്തുക, അതേപോലെ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദിക്റുകൾ, ദുആകളും വിശുദ്ധ ഖുർആനിൽ നിന്ന് റസൂലുള്ള ചെയ്തതായി സ്ഥിരപ്പെട്ട ആയത്തുൽ കുർസി, ആമനർ റസൂൽ, ഇഖ്ലാസ്, മുഅവ്വദതൈനി പോലുള്ളവ നബി ഓതി, നബി ചെയ്തതുപോലെ അത് ചെയ്യുന്നത് ഒരു കാലത്തും ഇസ്ലാഹി പ്രസ്ഥാനം എതിർക്കുകയോ ശരിയല്ലെന്ന് പറയുകയോ ചെയ്തിട്ടില്ല. കുണ്ടുതോട് വെച്ച് നടന്ന വാദപ്രതിവാദ വ്യവസ്ഥയിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതാക്കള് യാഥാസ്ഥിക പുരോഹിതന്മാരുമായി മന്ത്രത്തെ സംബന്ധിച്ച് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ആ മന്ത്രം എന്നുള്ളത് ഇന്ന് ആരെങ്കിലും ഗൾഫിൽ നിന്നോ മറ്റോ ഇറക്കുമതി ചെയ്തതോ ഇറക്കുമതി ചെയ്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ പഠിപ്പിക്കേണ്ടതോ അല്ല. നേരെ മറിച്ച് ഇപ്പൊ ചില ആളുകൾക്ക് എന്താണിതെന്ന് തിരിയാത്തത് കൊണ്ട് അവർ ഈ പ്രസ്ഥാനത്തെ വിമർശിക്കുകയാണ്. ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാവുന്ന വിധത്തിൽ ഞാൻ പറയട്ടെ, ദുആ എന്നത് ഇസ്തിഗാസയാവും, ദുആ എന്നത് റുഖിയയാവും. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒരാൾ ഇപ്പോൾ ഈ വർഷം ഹജ്ജിന് പോകാൻ ആഗ്രഹിച്ചു, അയാൾക്ക് കിട്ടിയില്ല. അയാൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അള്ളാഹുവേ അടുത്ത വർഷം ഹജ്ജിന് നറുക്കെടുക്കുമ്പോൾ എനിക്കൊരു നറുക്ക് കിട്ടണമേ. ഈ പ്രാർത്ഥനക്കുള്ള ഉത്തരം ഇപ്പോഴല്ല അയാൾക്ക് ലഭിക്കേണ്ടത്, അടുത്ത വർഷം ഹജ്ജിന് നറുക്കെടുക്കുമ്പോഴാണ് ഈ പ്രാർത്ഥനയുടെ ഉത്തരം അയാൾക്ക് ലഭിക്കേണ്ടത്. നേരെ മറിച്ച് ഇവിടെ ഈ കടലുണ്ടിപ്പുഴയിൽ ഒരാളങ്ങ് വീണു,
പുഴ കവിഞ്ഞൊഴുകുന്നു, നീന്താൻ അറിയില്ല. വീഴുമ്പോ അല്ലാഹുവേ എന്നെ രക്ഷിക്കണേ എന്നങ്ങ് വിളിച്ച് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അത് ഇസ്തിഗാസയാണ്. ആ പ്രാർത്ഥന ഇസ്തിഗാസയാണ്, അടിയന്തര സഹായം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥന. അടുത്ത കൊല്ലാണ് ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതെങ്കിൽ അയാൾ ബാക്കിയുണ്ടാകൂലല്ലോ. അയാൾ മുങ്ങി മരിക്കുന്നതിന് മുമ്പ് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണം, അയാൾ രക്ഷപ്പെടണം. ഇങ്ങനെ അടിയന്തര സഹായം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ദുആക്ക് ഇസ്തിഗാസ എന്ന് പറയും. കുട്ടിക്ക് 1.5 ലക്ഷം ഉറുപ്പിക കൊടുത്ത് ഒരു വിസ വാങ്ങി ആ വിസക്ക് അവനെ കയറ്റി അയക്കുകയാണ് ഗൾഫിലേക്ക്. ആ ഉപ്പാക്ക് പറയാനുള്ളത് അല്ലാ എന്റെ കുട്ടിക്ക് നല്ലൊരു ജോലി അവിടെ എത്തിയാൽ വേഗം കൊടുക്കണേ എന്നാണ് ഉപ്പാക്ക് പ്രാർത്ഥിക്കാനുള്ളത്. ഇത് ആ ഉപ്പാന്റെ ഒരാവശ്യമാണ്, അത് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അത് ദുആയാണ്. നേരെ മറിച്ച് സ്വന്തം മകൻ രോഗശയ്യയിലാണ്. ആ സന്ദർഭത്തിൽ ഉപ്പ മകന്റെ അടുക്കലിരുന്ന് വേദനയുള്ള ഭാഗത്ത് കൈവച്ചുകൊണ്ട് അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം എന്ന് 7 തവണ പ്രാർത്ഥിക്കുന്നു. അതല്ലെങ്കിൽ അല്ലാഹുമ്മ ശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅ ലാ യുഗാദിറു സഖമാ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന രോഗം സുഖപ്പെടുത്താനുള്ള പ്രാർത്ഥനയാണ്, രോഗശമനത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനക്കാണ് റുഖിയ എന്ന് പറയുന്നത്. അതിനാണ് മന്ത്രം എന്ന് പറയാറുള്ളത്. പക്ഷെ നമ്മുടെ നാട്ടിൽ മന്ത്രം എന്ന് പറഞ്ഞാൽ അത് മന്ത്രവാദവുമായിട്ടാണ് ബന്ധം. അതുകൊണ്ടാണ് പണ്ട് എ.പി. അബ്ദുൽ ഖാദിർ മൗലവി പ്രസംഗിക്കാറുണ്ട്, ഞങ്ങൾ മന്ത്രത്തിനെതിരല്ല, വാദം പിടിച്ച മന്ത്രത്തെയാണ് ഞങ്ങൾ എതിർക്കാറുള്ളത്. മന്ത്രവാദവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. ഫാത്തിഹ ഓതിക്കൊണ്ടോ, ആയത്തുൽ കുർസി ഓതിക്കൊണ്ടോ, മുഅവ്വദത്തൈൻ ഓതിക്കൊണ്ടോ, ഇഖ്ലാസ് ഓതിക്കൊണ്ടോ, ഹദീസിൽ വന്ന ദിക്ർ ദുആകൾ ഉരുവിട്ടുകൊണ്ടോ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന മന്ത്രം ഒരു കാലത്തും ഞങ്ങൾ എതിർത്തിട്ടില്ലെന്ന് എ.പി. അബ്ദുൽ ഖാദിർ മൗലവി സ്വതസിദ്ധമായ ശൈലിയിൽ പ്രസംഗിക്കാറുള്ളത് കേട്ടവരാണ് നമ്മളൊക്കെ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് അതാണ്. അതല്ലാതെ ഇന്ന് മടവൂര് വിഭാഗം ഈ പ്രസ്ഥാനത്തെ എതിർക്കുന്ന പോലുള്ള ഒരു വാദം ഇസ്ലാഹി പ്രസ്ഥാനത്തിന് മന്ത്രത്തിന്റെ വിഷയത്തിലില്ല എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ അവരെ ഓർമ്മിപ്പിക്കുകയാണ്. അത്തരം ആരോപണങ്ങളുമായി ഞങ്ങളുടെ അടുക്കലേക്ക് നിങ്ങൾ വരേണ്ടതില്ല. ഈ പ്രസ്ഥാനത്തിന് ആരോപണങ്ങൾ ബാധകമല്ലെന്ന് നിങ്ങൾ എഴുതി വെച്ചതും മുമ്പ് പ്രസംഗിച്ചതും നിങ്ങളുടെ പുസ്തകങ്ങളും നിങ്ങളുടെ ലേഖനങ്ങളും തിരിഞ്ഞു നോക്കിയാൽ ഞങ്ങളെ എറിയാൻ നിങ്ങളെടുക്കുന്ന ചളി നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് മാന്തിയെടുക്കുന്നതാണ് എന്ന് ഓർക്കുന്നതാണ് നല്ലത് എന്നേ ഇപ്പോൾ ഞാൻ പറയുന്നുള്ളൂ. പറഞ്ഞു വന്നത്, ഈ പ്രസ്ഥാനം റുഖിയയെ സംബന്ധിച്ച് രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, അവനവന് വേണ്ടി പ്രാർത്ഥിക്കലാണ് ഏറ്റവും ഉത്തമം. എന്നാൽ തന്റെ മകനോ മാതാപിതാക്കളോ സഹോദരങ്ങളോ ബന്ധുക്കളോ അതല്ലാത്ത മുസ്ലിം സുഹൃത്തുക്കളോ സഹോദരങ്ങളോ ആരാണോ അവരെ രോഗിയെ സന്ദർശിക്കുമ്പോൾ അയാളുടെ രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് സുന്നത്താണ് എന്ന കാര്യത്തിൽ തർക്കമേയില്ല. ആ റുഖിയ ഇസ്ലാഹി പ്രസ്ഥാനം ഒരു കാലത്തും എതിർത്തിട്ടില്ല. എന്ന CD പ്ലെയറിൽ ഒരു റുഖിയ എന്ന് പറഞ്ഞൊരു സാധനം ചെവിയിൽ വെക്കുന്നതോ അതേപോലെ തന്നെ മൈക്ക് വെച്ചുകൊണ്ടൊരു മാസ് റുഖിയ നടത്തുന്നതോ അതിങ്ങനെ എഴുതി കെട്ടുന്നതോ കലക്കി കുടിക്കുന്നതോ അതൊന്നും ഇസ്ലാഹി പ്രസ്ഥാനം ഒരു കാലത്തും അംഗീകരിക്കാത്തതാണ്. ആധുനിക കാലഘട്ടത്തിലെ സലഫി പണ്ഡിതന്മാർ അനാചാരങ്ങളായി എണ്ണി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമാണ്. ഇതൊന്നും തന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അള്ളാഹുവിന്റെ റസൂലിന് ഉണ്ടായിട്ടുള്ള മുഅ്ജിസാത്തുകള് അത് സാധാരണ സംഭവങ്ങളാണെന്ന് ധരിച്ചുകൊണ്ട് അത്തരം ചില കാര്യങ്ങൾ ആരെങ്കിലും ഒക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് കേരള നെതുവത്തുൽ മുജാഹിദീന്റെ, കേരള ജമിയത്തുൽ ഉലമയുടെ, ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീന്റെ, അതേപോലെ ഹർക്കത്ത് തലബത്തുൽ മുജാഹിദീന്റെ, MGMന്റെ ഒക്കെ പേരിൽ വെച്ച് കെട്ടാൻ ആരും മെനക്കെടേണ്ട എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അവിടെയും ഇവിടെയും ഒറ്റപ്പെട്ട ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു എന്നോ പറഞ്ഞു എന്നോ ഉണ്ടെന്നോ അങ്ങനെയുണ്ടോ അങ്ങനെയുണ്ടോ എന്നൊക്കെ കേൾക്കുന്നത് കണ്ടാൽ ഈ
ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിന് പണ്ഡിതോചിതമായ, വളരെ യുക്തിഭദ്രമായ, വളരെ സുചിന്തിതമായ, വളരെ വ്യവസ്ഥാപിതമായ, വളരെ സുതാര്യമായ നയനിലപാടുകളാണ് ഇത്തരം വിഷയങ്ങളിൽ അത് സ്വീകരിക്കാറുള്ളത് എന്ന് ഞാൻ നേരത്തെ വിശദീകരിച്ച സംഘടനയുടെ ചരിത്രത്തിൽ നിന്ന് എന്റെ ശബ്ദം ശ്രവിക്കുന്നവരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതല്ലാത്ത ഒരു ഒളി അജണ്ട ഈ പ്രസ്ഥാനത്തിനില്ല. ഉണ്ടെന്ന് ആരെങ്കിലും ആരോപിക്കാൻ മിനക്കെടുകയും വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളിൽ ഉണ്ടായിരിക്കേണ്ട ഈ നിർബന്ധമായ ഈമാനും തൗഹീദും അതേപോലെ തഖ്വയും തവക്കുലും ഉള്ളതോടൊപ്പം പിശാചിന്റെ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനങ്ങൾ, ഉപദ്രവങ്ങൾ വരുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ആ പിശാചിൽ നിന്ന് രക്ഷ തേടാനും അതേപോലെ തന്നെ അല്ലാഹുവിനെ സ്മരിക്കാൻ ദിക്ർ ചൊല്ലാനും അതാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിച്ചത്. അതാണ് പ്രവാചക ചര്യയിൽ നിറഞ്ഞു കിടക്കുന്നത്. അതല്ലാത്ത മറ്റ് മാർഗങ്ങൾ, തെളിവില്ലാത്ത അടിസ്ഥാനരഹിതമായ അത്തരം കാര്യങ്ങള് ഈ പ്രസ്ഥാനത്തിന് അംഗീകരിക്കാവതല്ല. ആ വിഷയത്തിൽ ഈ പ്രസ്ഥാനത്തിന്റെ നിലപാട് വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുള്ളതാണ്. എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുമ്പോൾ ബാക്കി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇവിടെ വിശദീകരിക്കേണ്ട കാര്യങ്ങൾ എന്റെ സഹപ്രവർത്തകൻ സ്നേഹിതൻ ഹനീഫ് കായക്കൊടി തുടർന്ന് സംസാരിക്കും എന്നുള്ളത് കൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ ഇവിടെ വിരാമം കുറിക്കുകയാണ്. ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇതാ കഴിഞ്ഞ ഇതിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുള്ള ആളുകൾ, അവരും നമ്മളും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത 18 പോയിന്റുകളിൽ തീരുമാനമെടുത്ത ഒരു ചർച്ചക്ക് പോലും ഈ 18-ൽ ഒന്നായിട്ട് പോലും ഇവർ ജിന്ന് പിശാചിൽ നിങ്ങൾക്ക് വ്യതിയാനം സംഭവിച്ചു എന്ന് തിരിച്ച് ഇങ്ങോട്ട് ആക്ഷേപിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നിലപാട് ഈ വിഷയത്തിൽ വളരെ വ്യക്തമാണ്. അത് വക്കം മൗലവി മുതൽക്ക് ഇങ്ങോട്ട് തുടർന്നു വന്നിട്ടുള്ള വിശുദ്ധ ഖുർആനിനോടും തിരുസുന്നത്തിനോടും കൈക്കൊണ്ട സമീപനം, ആ സമീപനത്തിൽ നിന്നുകൊണ്ടാണ്, സച്ചരിതരായ മുൻഗാമികളുടെ മാർഗം മൻഹജിൽ നിന്നുകൊണ്ടാണ് ഈ വിഷയത്തിലും എല്ലാ വിഷയത്തിലും ഇസ്ലാഹി പ്രസ്ഥാനം നിലപാട് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ആരോപണങ്ങളും അതേപോലെ തന്നെ പണ്ട് ഒരു കുറുക്കൻ ആടിന്റെ പിന്നാലെ നടന്ന കഥ കേട്ടിട്ടുണ്ട്. ആ രൂപത്തിൽ പിന്നാലെ നടന്ന് ഇപ്പ ചാടും എന്ന് വിചാരിച്ച് നടന്നാൽ അതങ്ങനെ വേഗത്തിൽ കൊഴിഞ്ഞ് ചാടുന്നതല്ലെന്ന് മനസ്സിലാക്കാൻ ബുദ്ധി ഉണ്ടാകട്ടെ എന്നേ എനിക്ക് പറയാനുള്ളൂ. അതെ, കനാത്തിഹി സഖ്റത്തിൻ യൗമല്ലി യുഹിനഹ ഫലം യുഹിൻഹ വഔഹാ ഖർനഹൽ വഅലു എന്ന് പണ്ടൊരു അറബിക്കവി പാടിയത് ഞാൻ ഓർത്തു പോവുകയാണ്. കനാത്തിഹി സഖ്റത്തിൻ യൗമല്ലി യുഹിനഹ, ഒരു 2 ചെറിയ കൊമ്പുള്ള ഒരു ആട്ടിൻകുട്ടിക്ക് ഒരു കമ്പം, വലിയ ഒരു കരിമ്പാറ കൂട്ടം കണ്ടപ്പോൾ ഞാനതൊന്ന് ഇടിച്ചു പൊളിച്ച് കളയുമെന്ന്. എന്നിട്ട് അവൻ പോയി ആ മുട്ടനാട് പോയി ആ പാറക്കിങ്ങനെ ഇടിക്കുകയാണ്. എന്തിനാണ് ഇടിക്കുന്നത്? യൗമല്ലി യൂഹിനഹ, ഇടിച്ചിങ്ങനെ നോക്കിയാ എന്നെങ്കിലും ഈ പാറന്ന് പൊട്ടിയാലോ. ഫലം യുഹിൻഹ വഔഹാ ഖർനഹൽ വഅലു, ആടിന് ആ പാറ പൊടിക്കാനായില്ല, പക്ഷേ അവന്റെ കൊമ്പൊടിഞ്ഞുപോയി എന്നൊരു കവി പറഞ്ഞതുപോലെ എന്തിനാ കൊമ്പൊടിക്കാൻ നടക്കുന്നത് എന്ന് മാത്രം പറഞ്ഞ് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വആലിഹി വസഹാബത്തിഹി അജ്മഈൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون.
يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ 10 വർഷത്തോളമായി മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ഒരു വിഭാഗം ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ദുഷ്പ്രചരണങ്ങൾക്ക് എന്താണ് വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് നൽകാനുള്ള മറുപടി എന്ന് ഇവിടെ വിശദീകരിക്കപ്പെട്ടു കഴിഞ്ഞു. അതിനേക്കാൾ കൂടുതലായി എന്തെങ്കിലും കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം എൻ്റെ മുമ്പിലിരിക്കുന്ന, എൻ്റെ വാക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ 1999 മുതൽ കേരളത്തിലെ ഇസ്ലാഹി സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും അറിയുകയും ചെയ്ത ആളുകളാണ്. അല്ലാഹുവിൻ്റെ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും സലഫുകളുടെ മാതൃക അനുസരിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹത്തെ സത്യത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും യഥാർത്ഥ മാർഗത്തിൽ നിന്ന് തങ്ങളുടെ ഭൗതികമായ താല്പര്യങ്ങൾക്കു വേണ്ടി ആ ഒരു പ്രവാഹത്തെ ദിശ തെറ്റിക്കാൻ ചില ആളുകൾ ശ്രമിച്ചതായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം. ഈ വിഷയം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കപ്പെട്ടു. ഒരു കാലത്ത് കേരളത്തിലെ മുജാഹിദുകളുടെ കൂട്ടത്തിലുള്ള 80% ആളുകളും തങ്ങളുടെ കൂടെയാണ് എന്ന് പലപ്പോഴും വീമ്പ് പറയുകയും വിളിച്ചു പറയുകയും ചെയ്തിരുന്ന ആളുകളൊക്കെ എത്ര ആളുകളാണ് ആദർശമില്ലാത്ത തങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവുക എന്ന് അനുഭവത്തിലൂടെ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്ത ദിവസങ്ങളായിരുന്നു അത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ, പ്രത്യേകിച്ച് യുവജന സംഘടനയുടെ നേതൃത്വത്തിൽ അള്ളിപ്പിടിച്ചു നിൽക്കുകയും എല്ലാ കാലത്തും സമൂഹത്തിന്റെ ഏറ്റവും പ്രധാന ചാലകശക്തിയായിരുന്ന യുവ രക്തത്തെ ഇസ്ലാഹി പ്രബോധന രംഗത്ത് മരവിപ്പിച്ചു നിർത്തുകയും ചെയ്ത ആ നേതൃത്വം ഈ ഒരു പണിക്ക് പറ്റിയവരല്ല എന്ന് മനസ്സിലാക്കിയ KNM ആ ആളുകളെ മാറ്റി നിർത്തുകയും അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ചെറുപ്പക്കാരുടെ കയ്യിൽ ഇസ്ലാഹി യുവ കേരളത്തെ ഏൽപ്പിക്കുകയും ചെയ്തപ്പോൾ പിന്നീട് അങ്ങോട്ട് കഴിഞ്ഞ 10 വർഷങ്ങളിൽ കേരളത്തിലുണ്ടായ മാറ്റം നാം ഒക്കെ കണ്ടതാണ്. മുജാഹിദ് പ്രസ്ഥാനം നടത്തിയ പ്രവർത്തനങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിന്റെ മുക്കുമൂലകളിൽ നടത്തിയ ദഅവ പ്രവർത്തനങ്ങൾ,
ഈ ശക്തമായ പ്രവാഹം കടന്നു വന്നപ്പോൾ ചില ആളുകൾക്കൊക്കെ കേരളത്തിന്റെ ദഅവ മണ്ണിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. സാധാരണ നമ്മൾ കാണാറുണ്ട്, തിരക്ക് പിടിച്ച റോഡിൽ വലിയ ട്രെയിലറുകളും അതേപോലെ ടിപ്പറും ഒക്കെ വരുമ്പോ ടൂ വീലറുകൾ മാറി നിൽക്കാറുള്ളത് പോലെ ഈ ദഅവയുടെ മാർഗത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം ശക്തമായി കടന്നു വന്നപ്പോ മടവൂരികൾക്ക് സ്വാഭാവികമായി മാറി നിൽക്കേണ്ടി വന്നു. കേരളത്തിന്റെ പ്രബോധന ചരിത്രത്തിൽ മതരംഗത്ത് എവിടെയായിരുന്നു തങ്ങൾക്ക് സ്ഥാനം അടയാളപ്പെടുത്താൻ കഴിഞ്ഞത് എന്ന് മടവൂരികൾ ആലോചിച്ചു നോക്കുക. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന പ്രബോധന പ്രവർത്തന രംഗത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് പ്രബോധനം ചെയ്യുന്ന മേഖലയിൽ, ഈ സമൂഹത്തിലെ ശിർക്കിനെയും ബിദ്അത്തിനെയും വിപാടനം ചെയ്യുന്ന മേഖലയിൽ എന്ത് പങ്ക് 10 വർഷം തങ്ങൾ നിർവഹിച്ചു എന്ന് ആലോചിക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെടും 0 ആയിരുന്നു അതിന്റെ ഉത്തരം എന്ന്. എന്നാൽ മുജാഹിദികൾ മുന്നോട്ട് നീങ്ങി. അതിശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുജാഹിദികൾ മുന്നോട്ടേക്ക് പോയി. സ്വാഭാവികമായും ഈ പ്രബോധക സമൂഹത്തിന്റെ അള്ളാഹുവിന്റെ ദീനുമായി മുന്നോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ ഈ പ്രയാണത്തിൽ അസൂയ പൂണ്ട ആളുകൾ ചിലപ്പോഴൊക്കെ ഒന്ന് തലപൊക്കി നോക്കി എങ്ങനെയുണ്ട് ഇവരെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ. ആദർശം പറയാനില്ല, ഈ സമൂഹത്തെ ആദർശത്തിലേക്ക് ക്ഷണിക്കാനില്ല, ശിർക്കിനെതിരെ പ്രതികരിക്കാനില്ല, തൗഹീദിന് വേണ്ടി പ്രവർത്തിക്കാനില്ല. ചെയ്യാനുള്ള പണി എന്തായിരുന്നു? ശബരിമലയിലേക്ക് യാത്ര പോകുന്ന അയ്യപ്പന്മാർക്ക് ആശംസ അർപ്പിക്കണം. അതേപോലെ തന്നെ മനുഷ്യ ദൈവമായി ചമഞ്ഞുകൊണ്ടിരിക്കുന്ന മാതാ അമൃതാനന്ദമയിയുടെ പേരിൽ സപ്ലിമെന്റ് ഇറക്കാൻ അതിനുവേണ്ടി പരസ്യക്കാരുടെ പിന്നാലെ നടക്കണം. ഈ പണി ചെയ്തിരുന്ന ആളുകൾ മുജാഹിദുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരായുധമായിരുന്നു ജിന്നും പിശാചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. ചില വനിതാ മാസികകളിലൊക്കെ ചില കഥാപാത്രങ്ങളെ കാണാം. ഇവര് ജീവിക്കുന്നത് സ്വന്തം വീട്ടിന്റെ പിന്നാമ്പുറത്താണ്. എന്തിനാണ് എപ്പോഴും തന്റെ വീട്ടിന്റെ പിന്നിൽ കഴിയുന്നത്? അടുത്ത വീട്ടിൽ നിന്ന് വല്ല ബഹളവും കേൾക്കുന്നുണ്ടോ എന്നന്വേഷിക്കാനാണ്. സ്വന്തം വീട്ടിലെ പണി ചെയ്യലല്ല. അടുത്ത വീട്ടിൽ നിന്ന് വല്ല ബഹളവും കേൾക്കുന്നുണ്ടോ, അവിടെ നിന്നൊരു പാത്രത്തിന്റെ ശബ്ദം കേൾക്കുമ്പോ, അവിടെ നിന്നൊന്ന് പുക ഉയരുന്നത് കാണുമ്പോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിശാചുക്കളെ പറ്റി പറഞ്ഞതുപോലെ അത് 1ന് 100ആയി മറ്റുള്ള ആളുകളുടെ അരികിലേക്ക് എത്തിക്കാൻ, മറ്റുള്ളവർക്ക് കുറുകിക്കൊടുക്കാൻ ശ്രമിക്കുന്ന പൈശാചിക ശക്തികളെ പോലെ പ്രവർത്തിക്കുന്ന ചില കാർട്ടൂൺ കഥാപാത്രങ്ങളുണ്ട്. ആ കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ ജീവിതമാണ് യഥാർത്ഥത്തിൽ മടവൂരികളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അവർക്ക് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. അവർ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മീറ്റിങ്ങുകൾക്ക് ചെവിയോർക്കുകയായിരുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചർച്ചകൾക്ക് ചെവിയോർക്കുകയായിരുന്നു. അവിടെ നിന്ന് വല്ലതും കിട്ടുമോ എങ്കിലേ ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങൾക്ക് ഈ സമൂഹത്തോട് എന്തെങ്കിലും പറയണമെങ്കിൽ, ഞങ്ങൾക്ക് ഈ സമൂഹത്തിൽ എന്തെങ്കിലും പ്രവർത്തിക്കാൻ സാധിക്കണമെങ്കിൽ അവിടെ നിന്ന് വല്ലതും കിട്ടണം. അവിടുന്ന് വല്ല തീയുണ്ടോ, അവിടെ പോകണ്ടോ, അവിടെ പാത്രം പൊട്ടുന്നുണ്ടോ എന്നൊക്കെയായിരുന്നു ചർച്ച. ഇവിടെ ചർച്ചകൾ ഉണ്ടായിരുന്നു, ഇവിടെ തീയുണ്ടായിരുന്നു, പുകയുണ്ടായിരുന്നു. കാരണം ഈ വീട്ടിൽ എല്ലാവരും സ്നേഹത്തോടെ, ഇവിടെ വാപ്പ ജോലിക്ക് പോകുന്നു, അദ്ദേഹം അധ്വാനിച്ച് കൊണ്ടുവരുന്നു, ഭാര്യയും മക്കളും ഒന്നിച്ച് അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നു, അതുണ്ടാക്കുന്നു. സ്വാഭാവികമായും പാത്രം കഴുകുന്ന ശബ്ദം കേൾക്കും, സ്വാഭാവികമായും അടുപ്പിൽ നിന്ന് തീ കയറും, ചിലപ്പോ കഴുകുന്നതിനിടയിൽ ആ പാത്രം പൊട്ടിത്താഴെ വീഴും. അവിടെയോ, അവിടെ ഭക്ഷണമില്ല. കോയക്കുട്ടി ഫാറൂഖിക്ക് പാർസലാണ് ചോറ്. പിന്നെ വീട്ടിൽ തീ ഉണ്ടാവോ? CP ഉമർ സുല്ലമി ഭക്ഷണം കഴിക്കാനുള്ള നേരത്തെ അളാപ്പാന്റെ മൂത്താപ്പാന്റെ വീട്ടിലേക്ക് പോകലാണ്. ഭക്ഷണം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. സലാം സുല്ലമിക്ക് ഭക്ഷണം കഴിക്കാൻ തന്നെ നേരെയില്ല. പിന്നെ ഭക്ഷണം ഉണ്ടാവോ? ഇതായിരുന്നില്ലേ അവസ്ഥ മടവൂരികളുടെ കൂട്ടത്തിൽ? ആരാണ് ഒന്നിച്ചുണ്ടായിരുന്നത്? ഏത് ആദർശത്തിന്റെ പേരിലാണ് തങ്ങൾ ഒന്നിച്ചു നിൽക്കാൻ കഴിയും എന്ന് മടവൂരികൾക്ക് പറയാൻ കഴിയുക? പല സ്ഥലങ്ങളിലും വലിയ കാര്യത്തിൽ ചില മടവൂരികൾ ഉയർത്തിക്കാട്ടി കേരള ജംഇയ്യത്തുൽ ഉലമ അയച്ച സർക്കുലർ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന. നന്ദിയിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ ഇവിടെ പ്രസംഗിച്ച അതേ മഹാൻ തന്നെ പറഞ്ഞു, ഇതാ ഈ സർക്കുലർ വേണമെങ്കിൽ ഞങ്ങൾ വിതരണം ചെയ്യാം. സർക്കുലർ നിങ്ങളുടെ കയ്യിലെത്തിയിട്ടുണ്ട്, ഞങ്ങൾക്കറിയാം.
സർക്കുലർ നിങ്ങളുടെ കയ്യിലെത്തി. ജംഇയ്യത്തുൽ ഉലമയുടെ സർക്കുലർ മടവൂരികളുടെ കയ്യിലെത്തിയിട്ടുണ്ട് എന്നും ആ സർക്കുലർ മടവൂരികൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നും കേരള ജംഇയ്യത്തുൽ ഉലമയും കേരളത്തിലെ മുജാഹിദുകളും മനസ്സിലാക്കി. എങ്ങനെയാണ് മനസ്സിലാക്കിയതെന്നറിയുമോ? ഈ സർക്കുലർ ഉയർത്തി കാണിച്ചുകൊണ്ട് ഒരു കാലത്ത് നിങ്ങളുടെ സ്റ്റേജുകളിൽ പ്രസംഗകനായിരുന്ന റഹീം കുറ്റ്യാടി എന്ന പണ്ഡിതൻ ഉയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു, മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വരാൻ എന്നെ പ്രേരിപ്പിച്ചത് ഈ സർക്കുലറാണ്. ദീനിലുള്ള കാര്യങ്ങൾ, പണ്ഡിതന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ധീരതയോടെ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ ചങ്കൂറ്റമുള്ള ഒരു പണ്ഡിത സമൂഹം കേരളത്തിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ഈ സർക്കുലർ വായിച്ചപ്പോഴാണ്. അതുകൊണ്ട് ഞാൻ മടവൂരികളുടെ പാളയം വിട്ട് മുജാഹിദായി എന്ന് ഈ സർക്കുലർ കാണിച്ചുകൊണ്ട് റഹീം കുറ്റ്യാടി പറഞ്ഞു. സർക്കുലർ നിങ്ങൾക്ക് കിട്ടിയത് റഹീം കുറ്റ്യാടി മടവൂരിസത്തിൽ നിന്ന് മാറാൻ കാരണമായി. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയത് എന്താ? CD. ഇൻഷാ അല്ലാഹ് കേരളം കാത്തിരിക്കുകയാണ് ആരെല്ലാം ആ കൂട്ടം വിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വരുമെന്നറിയാൻ. നമുക്ക് കാത്തിരിക്കാം. ഒരലിക്ക് തടഞ്ഞു നിർത്താൻ കഴിയില്ല ആ പ്രവാഹത്തെ. ഒരു കരിമ്പിലാക്കലിന്റെ നാവ് കൊണ്ട് തടഞ്ഞു നിർത്താൻ കഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ വീട് നിശബ്ദമാണ്, അവിടെ ഒച്ചയില്ല, ബഹളമില്ല. പിന്നെ കേൾക്കണ ഒച്ച എന്താ? നേരത്തെ സലഫി അവസാനമായി പറഞ്ഞ ഉദാഹരണമുണ്ടല്ലോ, അതേപോലെ ആ വീട്ടിലെ ആടിന്റെ കരച്ചിൽ കേൾക്കുന്നുണ്ട്, പശുവിന്റെ കരച്ചിൽ കേൾക്കുന്നുണ്ട്, കോഴിയുടെ ബഹളം കേൾക്കുന്നുണ്ട്. അതാണ്. എവിടെ പോയി പറയേണ്ടവരൊക്കെ? എവിടെ പോയി നിങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി? എവിടെ പോയി ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കന്മാർ? അവർക്കൊന്നും ഈ സമൂഹത്തിലേക്ക് വന്ന് ഒരു നിലപാട് പറയാനില്ലേ? ഇത്തരം ചില ആളുകൾ മാത്രം തെരുവുകളിൽ വന്ന് ഈ തരത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? മറ്റുള്ള ആളുകൾക്കറിയാം ഈ ആളുകൾ, ഈ ചെറുപ്പക്കാർ പറയുന്നത് മതവിരുദ്ധമാണ് എന്ന്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ പരസ്പരം കാഫിറാക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് പറയാൻ അലിമറയൂർ വളരെ പ്രയാസപ്പെട്ട് വളഞ്ഞ് മൂക്ക് പിടിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ജിന്നുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, സലഫിയുടെ അബ്ദുറഹ്മാൻ സലഫിയുടെ എടവണ്ണയിൽ നടന്ന പ്രസംഗത്തിൽ ആ എടവണ്ണയിലെ CD ഞങ്ങൾക്ക് കിട്ടിയെന്നാണ്. എടവണ്ണയുടെ CD എന്താ ഉള്ളത്? ആ എടവണ്ണയിലെ CD-യിൽ നടന്ന പ്രസംഗം തിരുവനന്തപുരത്ത് കേരള ജംഇയ്യത്തുൽ ഉലമ വിളിച്ചു നടച്ചേർത്ത പരിപാടിയിൽ അബ്ദുറഹ്മാൻ സലഫിയും ഐദീദ് തങ്ങളും മുഹമ്മദ് മദനിയും സക്കരിയ സലാഹിയും അനസ് മൗലവിയും അതേപോലെയുള്ള ആളുകളും നടത്തിയ പ്രസംഗം ആദർശ പഠന ക്ലാസ് എന്ന പേരിൽ തിരുവനന്തപുരത്ത് മാസങ്ങൾക്ക് മുമ്പ് വിൽപ്പന നടത്തിയ CD-യാണ്. കണ്ണൂരിൽ വെച്ച് നടന്ന പരിപാടിയിൽ CD റെക്കോർഡ് ചെയ്യുകയും പുറത്തിറക്കുകയും ചെയ്തു. കോഴിക്കോട് CD ടവറിൽ വെച്ച് കോഴിക്കോട് സൗത്ത് കമ്മിറ്റിയുടെ പ്രതിനിധികളെ, മെമ്പർമാരെ വിളിച്ചു വരുത്തി ഈ വിഷയം പഠിപ്പിച്ച CD പുറത്ത് വിൽക്കുന്നുണ്ട്, ആളുകൾ വാങ്ങുന്നുണ്ട്. അതിൽ നിന്നൊന്നും വ്യത്യസ്തമായി കൗൺസിലിലെ CD-യിൽ എന്തെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ ആർക്കും കഴിയില്ല. അത് വലിയ കാര്യത്തിൽ കിട്ടിയെന്നാണ്. എന്നിട്ട് അത് വെച്ചിട്ട് പറയാൻ ജിന്നിനോട് സംഭാഷണം നടത്തുന്നത്, ജിന്ന് ബാധിച്ചു എന്ന് പറയപ്പെടുന്ന ആളുകളെ ഇന്റർവ്യൂ ചെയ്യുന്നത്, അത് സാഹിറിന്റെ അരികിൽ പോകുന്നതിന് സമമാണ് എന്ന് അൽബാനി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജിന്നിനോട് ചോദിച്ച മറ്റു ചില ആളുകൾ, ചോദിക്കാമെന്ന് പറഞ്ഞവർ, ചോദിക്കുന്നവരുടെ അരികിലേക്ക് അയച്ചവർ, അവരൊക്കെ കാഫിറുകളായില്ലേ, ഖുർആനിൽ അവിശ്വസിച്ചവരായില്ലേ എന്ന് ചോദിക്കുന്ന അലിയോട്, കരിമ്പിലാക്കലിനോട്, അതേപോലെയുള്ള ആളുകളോട് വളരെ വിനയത്തോടുകൂടി ചോദിക്കട്ടെ, നിങ്ങളുടെ കണ്ണിലെ കോലെടുത്തിട്ട് പോരെ മുജാഹിദുകളുടെ കണ്ണിലെ ചെറിയൊരു തുരുമ്പിനെ പറ്റി ചർച്ച ചെയ്യാൻ? അവിടെ മൊത്തം കാഫിറുകളാ എല്ലാരും. ഞാനല്ല പറയുന്നത്. കോയക്കുട്ടി ഫാറൂഖിയുടെ അഭിപ്രായത്തിൽ എത്ര മുസ്ലിങ്ങളുണ്ട് മടവൂരികളുടെ കൂട്ടത്തിൽ? കാരണം കോയക്കുട്ടി ഫാറൂഖിയും സലാം സുലമിയും പറയുന്നത് എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അവര് പെരുന്നാളാക്കുന്ന അന്ന് പെരുന്നാളാക്കാത്തതൊക്കെ കുഫറാണെന്ന. കോയക്കുട്ടി ഫാറൂഖി പെരുന്നാളാക്കാത്ത അന്ന്, മണിക് ഖാൻ പെരുന്നാൾ പ്രഖ്യാപിച്ച് പെരുന്നാളാക്കാത്ത അന്ന്, സലാം സുല്ലമി പെരുന്നാൾ നിസ്കരിക്കുന്നയെന്ന്, പെരുന്നാൾ നിസ്കരിക്കാത്ത ഹുസൈൻ മടവൂര് കുഫറിലേക്കാണ് ഈ സമൂഹത്തെ ക്ഷണിക്കുന്നത്. കോയക്കുട്ടി ഫാറൂഖി പെരുന്നാൾ പ്രഖ്യാപിച്ച് എന്ന്,
പെരുന്നാൾ പ്രഖ്യാപിക്കാതെ ആ പെരുന്നാൾ നിങ്ങൾ പരിഗണിക്കേണ്ടതില്ല. നിങ്ങൾ മാനത്ത് നോക്കി മാസം കാണുന്നുണ്ടോ എന്ന് നോക്കണം എന്ന് പറയുന്ന അബ്ദുൽ ഹമീദ് മദീനി ഉണ്ടല്ലോ. ആ അബ്ദുൽ ഹമീദ് മദീനി ഈ സമുദായത്തെ കുഫറിലേക്കാണ് ക്ഷണിക്കുന്നത് എന്നാണ് കോയക്കുട്ടി ഫാറൂഖിയുടെ അഭിപ്രായം. ആയത്ത് ഓതിയാണ് കോയക്കുട്ടി ഫാറൂഖി നിരന്തരമായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ നിങ്ങളുടെ പണ്ഡിത സംഘടന എന്ന് ഞാൻ പറയുന്നില്ല, പണ്ഡിത എന്നത് ഒരു കോമയിലിട്ട് പറയട്ടെ. അങ്ങനെ ഒരു വിഭാഗം അവിടെ ഉണ്ടെങ്കിലല്ലേ എന്താ ആ പേരിൽ അറിയപ്പെടുന്ന നിങ്ങളുടെ ആളുകളുടെ ഈ വിഷയത്തിലുള്ള തീരുമാനം? ഞങ്ങളുടെ പണ്ഡിത സംഘടനയ്ക്ക് ആളുകളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യുവാൻ, അത് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുവാൻ, ആ തീരുമാനം വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം ഖുർആനിനും സുന്നത്തിനും എതിരാണെന്ന് ആർക്കെങ്കിലും വാദമുണ്ടെങ്കിൽ അത് പറയാൻ കഴിയാത്ത കാലത്തോളം അത് അംഗീകരിക്കാൻ, അതല്ല ആ ഖുർആനും സുന്നത്തും എനിക്ക് സ്വീകാര്യമല്ലെന്ന് പറഞ്ഞാൽ അത്തരം ആളുകൾക്ക് ഈ സംഘടനയിൽ സ്ഥാനമില്ലെന്ന് സധൈര്യം പ്രഖ്യാപിക്കാൻ കഴിയുന്ന അന്തസ്സുള്ള, തന്റേടമുള്ള, നട്ടലുള്ള ഒരു നേതൃത്വത്തിന്റെ പിന്നിലാണ് കേരളത്തിലെ മുജാഹിദുകൾ അണിനിരന്നിരിക്കുന്നത്. പറയാൻ കഴിയോ മടവൂരികൾക്ക്? അങ്ങനെ കഴിയുമെങ്കിൽ ഈ കുഫർ ആരോപണത്തെ പറ്റി എന്ത് പറയാനുണ്ട്? മണിക്വാൻ പെരുന്നാൾ ആഘോഷിക്കുന്നെന്ന് മടവൂരിന് പെരുന്നാളുണ്ടോ? മണിക്വാൻ പെരുന്നാൾ ആഘോഷിക്കുന്ന അന്നാണോ ഹുസൈൻ മടവൂർ പെരുന്നാൾ ആഘോഷിക്കുന്നത്? അത് കുഫറാണെന്ന് പറയുന്ന മടവൂരും ആ മടവൂരിന്റെ പെരുന്നാളും അതിനെ അംഗീകരിക്കുന്ന ആളുകളും കുഫറാണെന്ന് പറയുന്ന കോയക്കുട്ടി ഫാറൂഖിയെ പറ്റി എന്ത് പറയാനുണ്ട് മടവൂരികൾക്ക്? തീർന്നില്ല. അവിടെ മാത്രമാണോ? ഇതുമല്ല അഭിപ്രായ വ്യത്യാസം. വേറെ ഏതൊക്കെ തരത്തിൽ സിഹർ, ജിന്നുബാധ, ഈ വിഷയത്തിൽ മടവൂർ മുജാഹിദുകൾ ഭയങ്കര യാഥാസ്ഥിതികത്വത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് വലിയ പരാതിയായി ഈ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാ മടവൂരിന്റെ അഭിപ്രായം എന്താ ഈ വിഷയത്തിൽ? മടവൂരിന്റെ അഭിപ്രായം എന്താ ഈ വിഷയത്തിൽ? ഖത്തറിലെ ഇസ്ലാഹി സെന്ററിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന റൌഫ് മദനിയുടെ അഭിപ്രായം എന്താ ഈ വിഷയത്തിൽ? അലിയുടെയും കരിമ്പിലാക്കലിന്റെയും